ഹലോ എവരിവൺ, ഞാൻ അജയ് ബേസിൽ വർഗീസ്, ആദിശങ്കര ടെക്നോളജി ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററിലെ നോഡൽ ഓഫീസറാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് മിഷനറി മേഖലയിൽ വിജയഗാഥ രചിച്ച രണ്ട് ചെറുപ്പക്കാരെ പറ്റിയാണ്. അവരുടെ സ്റ്റാർട്ടപ്പ് കമ്പനിയെ പറ്റിയും പേപ്പർ ബാഗ് ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഇന്റർനാഷണൽ നിലവാരത്തിലുള്ള ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ട് ഉള്ള പേപ്പർ റോൾ കട്ടിംഗ് മെഷീനറിയെ പറ്റിയുമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഇതിനെപ്പറ്റി കൂടുതലായിട്ട് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഇവരാണ് മെഷീനറി മേഖലയിൽ വിപ്ലവം സൃഷ്ടിച്ച രണ്ട് യുവ എഞ്ചിനീയേഴ്സ്. നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ഹായ്, എൻ്റെ പേര് അമൽപാൽ. ഞാൻ icubo ഡിസൈൻസിലെ മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. ഹായ്, എൻ്റെ പേര് ആൻഡോ. ഞാനിവിടെ icubo ഡിസൈൻസിലെ ഫേംവെയർ ഡെവലപ്പറാണ്. നിങ്ങൾ ഈ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഈ ഒരു മെഷീനെ അതെന്താണെന്നുള്ളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഇത് നമ്മൾ പേപ്പർ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഇവിടെ ഡെവലപ്പ് ചെയ്ത ഒരു ഓട്ടോമാറ്റിക് പേപ്പർ റോൾ കട്ടിംഗ് മെഷീനാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേപ്പറിൻ്റെ റോള് നമ്മൾ ഇതിനകത്ത് ഫീഡ് ചെയ്ത് നമ്മൾ കൊടുക്കുന്ന അളവിൽ കട്ട് ചെയ്ത് പേപ്പർ ഇവിടെ വീഴും. ഇപ്പോൾ മാർക്കറ്റിൽ ഓൾറെഡി നമുക്കറിയാം കട്ടിംഗ് മെഷീനറീസ് തന്നെ ഗിയർ ടൈപ്പ് ഇങ്ങനെയുള്ള പല ടൈപ്പിലുള്ളത് വരുന്നുണ്ട്. ഇതിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന ഈ ഒരു മെഷീനറി വ്യത്യസ്തമാകുന്നത് എന്നുള്ളതൊന്ന് പറയാം. നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഗിയർ ടൈപ്പിൽ നമുക്കിപ്പോൾ ലെങ്ത് സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഗിയർ അയച്ച് സെറ്റ് ചെയ്യാൻ നിൽക്കണം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് സെർവോ മോട്ടർ പ്രൊസിഷനാണ്. അപ്പോൾ നമുക്ക് ഓരോ തവണയും വർക്കിംഗ് തന്നെ നമുക്ക് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ മെഷീനിൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ മെഷീൻ നിർത്തി ഓരോ മെക്കാനിക്കൽ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആ കൺട്രോൾ ബോർഡ് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ലെങ്ത്. അപ്പോൾ കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലിയാണ് ഈ മെഷീൻ. ഇവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഈ ഒരു മെഷീൻ്റെ ആക്യുറസിയും പ്രിസിഷനും അതുപോലെ തന്നെ പേപ്പറിൻ്റെ വേസ്റ്റേജ് തീരെ ഇല്ല എന്നുള്ളത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒന്ന് മെഷീൻ ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് ഇതിൻ്റെ ഒരു ആക്യുറസിയും പ്രിസിഷനും ഒന്ന് കാണിച്ചു തരാമോ? ഓക്കെ. സോ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഹൈ ആക്യുറസിയിലും ഹൈ സ്പീഡിലും ഹൈ പ്രിസിഷനിലുമാണ് നമുക്ക് പേപ്പർ വലിയ റോള് കട്ട് ചെയ്ത് കിട്ടുന്നത്. നമുക്ക് ആവശ്യമുള്ള ഏത് ടൈപ്പിലുള്ള ലെങ്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ കൊടുക്കാം. അതിനനുസൃതമായിട്ട് സ്പീഡും നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്ന ഫെസിലിറ്റീസ് ഇവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഇൻഡസ്ട്രിയൽ പാനലിനകത്തും അവൈലബിൾ ആണ്. സോ അത് വെച്ചിട്ട് എത്ര കൗണ്ട് അതുപോലെ തന്നെ എത്ര ലെങ്ത്തിലുള്ള ഷീറ്റ്സ് വേണമെങ്കിലും നമുക്ക് ഡെവലപ്പ് ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും, ഇവിടെ ഇവർ എടുത്തിരിക്കുന്ന ഏത് ഷീറ്റ് എടുക്കുകയാണെങ്കിൽ തന്നെയും ആ ഷീറ്റിനെല്ലാം ഒരേ ലെങ്ത്തും അതുപോലെ തന്നെ അതിൻ്റെ പ്രിസിഷൻ ഒരു തരി പോലും വേസ്റ്റേജ് ഇല്ലാത്ത ടൈപ്പിൽ. സാധാരണ റോട്ടറി കട്ടിങ് ചെയ്യുന്നവർക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകാനായിട്ട് സാധിക്കും പേപ്പർ വേസ്റ്റേജ് വലിയൊരു ഇഷ്യൂ ആണ്. അത് കാരണം കൊണ്ടുണ്ടാകുന്ന ലോസ് എന്ന് പറയുന്നതും അത്ര കൂടുതലാണ്. സോ ഒരു തരി പോലും വേസ്റ്റ് ഇല്ലാത്ത രീതിയിൽ അതുപോലെ തന്നെ ഹൈ ആക്യുറസിയിലും നമുക്ക് പേപ്പർ റോള് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാനായിട്ട് ഇവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഇൻഡസ്ട്രിയൽ ഗ്രേഡ് മെഷീന് സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഈ ഒരു മെഷീനറി, അതായത് കട്ടിംഗ് മെഷീനറി, ഇതിൻ്റെ അഡീഷണൽ സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സും ഒന്ന് പറയാമോ? അതിപ്പോൾ എങ്ങനെ പറയണമെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പേപ്പർ ലോഡ് ചെയ്യുന്ന തൊട്ട് ഒരൊറ്റ മാൻ പവറിൽ മാത്രം നമുക്ക് ഈ മെഷീൻ റൺ ചെയ്യിപ്പിക്കാം. ഇപ്പോൾ ഇതിനകത്ത് 8 സ്പീഡുകളുണ്ട്. 8 സ്പീഡിൽ നമുക്ക് മെഷീൻ കട്ടിങ് ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ ഓട്ടത്തിൻ്റെ ഇടയിൽ നമ്മുടെ കറണ്ട് പോകണമെങ്കിൽ എത്ര പേപ്പർ കട്ട് ചെയ്തു എന്നുള്ള മെമ്മറി വരെ അതിനകത്തുണ്ടാവും. പിന്നെ നമ്മൾ രണ്ടാമത് നമ്മൾ റിട്ടേൺ മെഷീൻ വീണ്ടും ഓൺ ആക്കുകയാണെങ്കിൽ ഏത് കട്ടിങ്ങിലാണോ നിന്ന് ആ കറക്റ്റ് ആ ക്വാണ്ടിറ്റിയിൽ നിന്ന് തന്നെ റിട്ടേൺ സ്റ്റാർട്ടാവും. എന്നിട്ട് ആ കട്ടിങ് കംപ്ലീറ്റ് ആവും. പിന്നെ അതിൻ്റെ നമുക്ക് റണ്ണിങ്ങിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ഇപ്പോൾ ഓരോ എങ്ങനെ കുറവുണ്ടെങ്കിൽ ഓരോ വെച്ച് നമുക്ക് അഡ്ജസ്റ്റും ചെയ്യാം. മെഷീൻ ഓഫ് ചെയ്യാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്ക് അങ്ങനെ ഒരു ഫീച്ചർ കൂടി ഇതിൻ്റെ ഇടയിലുണ്ട്. പിന്നെ നമ്മുടെ പവർ കൺസംഷനാണ് ഏറ്റവും മെയിൻ കാര്യം. അത് നിലവിലുള്ള മെഷീനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ്. അതാണ് നമ്മുടെയൊക്കെ ഫീച്ചേഴ്സ് എന്ന് പറയാം. ഇങ്ങനെയൊരു മെഷീൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ മൊത്തം എന്തോരം സമയമെടുത്തു ഈ ഒരു ഫോമിലേക്ക്, ഒരു ഇൻഡസ്ട്രിയൽ ഗ്രേഡിലേക്ക് ഉള്ളൊരു മെഷീനറി നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ ഒരു R&D തുടങ്ങി ഈ ഒരു വലിയൊരു പ്രൊഡക്ഷൻ പ്രോസസ്സ് വരെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് എന്തോരം സമയമെടുത്തു? ഞങ്ങൾ ആദ്യം ഒരു 6 months എടുത്തു എൻ്റെ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടി. പിന്നെ അപ്ഡേറ്റ് ഈ രൂപത്തിലാക്കാൻ വേണ്ടി ഏകദേശം ഒരു 1 year ഡ്യൂറേഷൻ എടുത്തിട്ടുണ്ട് ഇത് ടോട്ടലായിട്ട് ആക്കി എടുക്കാൻ വേണ്ടി. ഇതിന് ഒരു വലിയൊരു റഗഡായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ ഗ്രേഡിലുള്ള ഒരു മെഷീനാണല്ലോ. ഇങ്ങനെ ഒരു ഇത് അസംബിൾ ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എവിടെയാണുള്ളത്? അത് നമുക്ക് ഇവിടെ തന്നെ അതിൻ്റെ ഡിസൈനായിട്ടുള്ള സെക്ഷൻ നമുക്ക് ഇവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ ഇതിൻ്റെ കൺട്രോൾ പാനൽ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത ഇതിൻ്റെ ബോർഡും കൺട്രോൾ സെക്ഷനും എല്ലാം നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തതാണ്. നമുക്കതിന് ഇവിടെ ടീമുകളുണ്ട്, നമ്മുടെ തന്നെ സ്വന്തം പാർട്ട്നേഴ്സ് ഉണ്ട് ഇവിടെ.
സോ ഇങ്ങനെയൊരു മെഷീൻ്റെ ഇനിയോ അങ്ങോട്ടുള്ള ഒരു പേപ്പർ ബാഗ് ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ വലിയ വിപ്ലവങ്ങളാണ് ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇനിയുള്ള ബാക്കിയുള്ള ഫ്യൂച്ചർ മെഷീനറീസ് പേപ്പർ ബാഗ് ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാനായിട്ട് നോക്കുന്നത്? ഞങ്ങളിപ്പോൾ ഈ അപ്ഡേഷൻ വെച്ചിട്ട് തന്നെ പുതിയതായിട്ട് ഫുൾ ഓട്ടോമാറ്റിക് പേപ്പർ ബാഗ് മെഷീൻ ഉദ്ദേശിക്കുന്നത്, ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ റോള് കയറ്റിട്ട് കഴിഞ്ഞാൽ ഫുള്ളി പേപ്പർ ബാഗായി ഒട്ടിച്ച് പ്രിൻറ്റ് ചെയ്ത് പുറത്തുവരാൻ പറ്റുന്നുള്ളൊരു മെഷീൻ ആണ് ഇപ്പോൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പേപ്പർ ബാഗായിട്ട് അപ്പോൾ നമുക്കിപ്പോൾ നേരെ ഒരു വലിയൊരു റോള് നമുക്ക് കയറ്റിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാവിയിലേക്ക് ബാഗായിട്ട് വരുന്ന രീതിയിലേക്കുള്ളൊരു മെഷീനാണ്. വലിയൊരു വിപ്ലവമായിരിക്കും ഇവർ നമ്മുടെ നാട്ടിൽ സൃഷ്ടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഓരോ ബാഗിനെയും ബ്രാൻഡ് ചെയ്ത് അതിനകത്ത് സ്ക്രീൻ പ്രിൻറ്റ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുമല്ലോ. അതുമായിട്ട് ബന്ധപ്പെട്ട മെഷീനറീസും നിങ്ങൾ ചെയ്യുന്നുണ്ടോ? അത് നമുക്കിവിടെ നിലവിൽ സ്ക്രീൻ പ്രിൻറ്റിങ്ങിൻ്റെ മെഷീൻ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിനോടുകൂടി തന്നെ അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ ഫുള്ളി ഓട്ടോമാറ്റിക് പേപ്പർ ബാഗ് മെഷീനാണ് നമ്മുടെ ഡ്രീം അത് തന്നെയാണ്. സോ ഇതല്ലാതെ വേറെ ഏതെങ്കിലും ടൈപ്പ് മെഷീനറീസ് നിങ്ങളിവിടെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്? ഞങ്ങളിപ്പോൾ മാനുഫാക്ചർ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ഫില്ലിംഗ് മെഷീൻ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ സെറ്റ് ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള ടൈമിൽ ഇത്ര എമൗണ്ട് ലിറ്റർ പാക്ക് ചെയ്യാൻ പറ്റും ലിക്വിഡ് ഫില്ലിംഗ് മെഷീൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബോട്ടം പഞ്ചിങ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ പേപ്പർ വെച്ചാൽ നമുക്ക് ബോട്ടം പഞ്ച് ചെയ്ത് മടക്കാൻ പാകത്തിന്. പിന്നെ നമ്മൾ എഡ്ജ് ബാൻഡ് മെഷീൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ റോപ്പ് കട്ടിംഗ് മെഷീൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള ലെങ്ത്ത് കൊടുത്തു കഴിഞ്ഞാൽ റിക്വയർഡ് ലെങ്ത്തിൽ കട്ട് ചെയ്ത് കിട്ടും റോപ്പ്. പിന്നെ വാട്ടർ ലെവൽ കൺട്രോൾ, ഇലക്ട്രോണിക്സ് സംബന്ധമായ വാട്ടർ ലെവൽ കൺട്രോളർ, മോട്ടോർ സ്റ്റാർട്ടർ, അങ്ങനത്തെ കുറച്ച് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പേപ്പർ ഇൻഡസ്ട്രിയിൽ ഭാവിയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്ന കുറേ വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്ന മെഷീനറിയിൽ ഒന്നായ കട്ടിംഗ് മെഷീനറിയാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത്. ഇതുപോലെ തന്നെ icubo കമ്പനി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഈ പേപ്പർ ബാഗ് ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സ്ക്രീൻ പ്രിൻറ്റിംഗ് മെഷീനറിയും ക്രീസിംഗ് മെഷീനറിയും അതുപോലെ തന്നെ സ്റ്റാക്കിംഗ് മെഷീനറിയും കാര്യങ്ങളും എല്ലാം സ്ലിറ്റിങ്ങും ഇതെല്ലാം മെഷീനറീസും നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. സോ ഇപ്പോൾ ഇവരത് ലെനോർ എന്ന് പറഞ്ഞ ബ്രാൻഡിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്ത് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ തന്നെ നിങ്ങൾക്കും തനതായ ആശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും icubo കമ്പനീനെ അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ ആശയങ്ങൾ നിങ്ങളുടെ ബ്രാൻഡിൽ നിങ്ങളുടെ പ്രൊഡക്റ്റായിട്ടും മാനുഫാക്ചർ ചെയ്ത് വിൽക്കാനായിട്ടും സാധിക്കും. ഇലക്ട്രോണിക്സ് മേഖലയിൽ ഏകദേശം 30ഓളം കൊമേഴ്ഷ്യൽ പ്രൊഡക്ട്സ് കറൻ്റ്ലി icubo കമ്പനി റിസർച്ച് ചെയ്ത് മാനുഫാക്ചർ ചെയ്ത് ഇന്ന് മാർക്കറ്റിൽ എത്തിക്കുന്നുണ്ട്. സോ നിങ്ങൾക്കും ഇവരെ കോൺടാക്ട് ചെയ്യാം. അതിനനുസൃതമായിട്ട് നിങ്ങൾക്കും കൈയോർത്ത് ഒരുപാട് വിജയകരമായ ഇത് എല്ലാവർക്കും ഒരുമിച്ച് വളരാൻ പറ്റുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ചെറുപ്പക്കാരെ കണക്ട് ചെയ്യാവുന്നതുമാണ്. സോ ഇനി വരും ദിവസങ്ങളിൽ ഇവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ബാക്കിയുള്ള മെഷീനറീസും നമുക്ക് പരിചയപ്പെടാം. കൂടുതൽ വീഡിയോസിനായി കാത്തിരിക്കുക. താങ്ക് യു.